ചർച്ചയിൽ ശ്രീ PM R. ഷോ, CPM പ്രതിനിധി രാജു P. നായർ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ PR. ശിവശങ്കർ, BJP പ്രതിനിധി എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ PM R. ഷോ, ഇവിടെ നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത് ഏതാണ്ട് പ്രഖ്യാപനം ഇന്ന് വരുമ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പ്രചാരണത്തിൽ സജീവമാകാൻ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോഴുള്ള ആത്മവിശ്വാസം? ഇന്ന് VD സതീശൻ പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ പോലും ഒരു സീറ്റ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ സംബന്ധിച്ച്, ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം 7.5 പതിറ്റാണ്ട് പിന്നിട്ടതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. രാജ്യത്തിന്റെ എനിക്ക് വീണ്ടും തിരിച്ചു കേൾക്കുന്നു, എക്കോ കേൾക്കുന്നു കേട്ടോ. ശരിയാക്കാം. ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷ കാഴ്ചപ്പാട്, ഫെഡറൽ സംവിധാനം ഉൾപ്പെടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെയെല്ലാം തകർക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടപെടലുകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയിൽ തന്നെ ജനാധിപത്യ ഇന്ത്യ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹം, ഈ രാജ്യത്തെ ജനാധിപത്യവാദികളായ മുഴുവൻ മനുഷ്യരും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തെരഞ്ഞെടുപ്പാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇതിനോടകം തന്നെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തീയതി നിശ്ചയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചർച്ചയാക്കിക്കൊണ്ട് ഇന്ന് രാജ്യം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരു ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ മത്സരിക്കുന്ന 20 സീറ്റിനകത്തും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയിൽ ഇന്ന് സ്വാഭാവികമായും മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന, മുന്നോട്ട് വെക്കപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ചയുടെ തുടർച്ചയിൽ പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. ഈ നിലയിൽ ഏറ്റവും വലിയ മുൻപേ തന്നെ ഒരുങ്ങി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, അവർ പ്രചരണ രംഗത്ത് സജീവമായി കഴിയുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കിയെന്നൊരു ആത്മവിശ്വാസം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമല്ല പൊതുവെ ഉണ്ടാകാറുള്ളത്, ചുരുക്കം ചില അവസരങ്ങളിൽ ഒഴികെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ VD സതീശൻ ആരോപിക്കുന്നത് പോലെ അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ചർച്ചകളിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പ് എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് 20 സീറ്റും വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവതാരക പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ നിലക്കുള്ള തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മുന്നോട്ട് പോക്കിന് വേണ്ടി ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ എന്ത്, നിലപാടുകൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് 1ാം UPA സർക്കാരിന്റെ കാലത്തുൾപ്പെടെയുള്ള അനുഭവങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലുണ്ട്. അങ്ങനെ ഒരു അനുഭവം മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് വലിയ വെല്ലുവിളി രാജ്യം നേരിടുമ്പോൾ അതിനെതിരായിട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധ സമരങ്ങൾ നമുക്കറിയാം. ഈ ഒരു 9-10 വർഷക്കാലത്തിനിടയിൽ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രമേൽ സമരഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ടാകില്ല. സമസ്ത മേഖലകളിലെയും മനുഷ്യർ, അതിപ്പോ കർഷകരായിക്കൊള്ളട്ടെ, തൊഴിലാളികളായിക്കൊള്ളട്ടെ, യുവതയായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ, സമസ്ത മേഖലകളിലെയും മനുഷ്യർ, വനിതകളായിക്കൊള്ളട്ടെ, എല്ലാ മനുഷ്യരും ഈ രാജ്യത്ത് ആത്മാഭിമാനത്തോടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലായിരുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷക്കാലം. ആ ഉയർന്നു വന്ന മുന്നേറ്റങ്ങളിൽ, സമരങ്ങളിൽ, ആ സമരങ്ങളുടെ ചൂണ്ടുപലകകളായിട്ട് ഈ രാജ്യത്ത് ഇടതുപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ മനുഷ്യർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നും ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റേതായിട്ടുള്ള ഇടമുണ്ട് എന്ന ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, ശ്രീ രാജു P. നായർ, 20 ഔട്ട് ഓഫ് 20 എന്നതാണ് VD സതീശൻ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അതിന് സാധ്യമാകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട്
പ്രചാരണ രംഗത്ത് നിങ്ങൾക്കും സജീവമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിൽ തങ്ങളാണ് മുന്നിൽ എന്ന സന്ദേശമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ശക്തമായ പ്രചരണം, ശക്തമായ സ്ഥാനാർത്ഥികളുമായി അവരും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ 20 ഔട്ട് ഓഫ് 20 എന്നത് സാധ്യമാകുന്നൊരു രാഷ്ട്രീയ അന്തരീക്ഷം സംസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട് എന്ന് കരുതാനാകുമോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഇത് കേരളത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ഈ ചർച്ചയെ ഒതുക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ മുഴുവൻ ഇന്ന് വലിയൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളത് രേണുവിന് അറിയാവുന്ന പോലെ ഭാരത് ജോഡോ യാത്രയിലാണ്. മണിപ്പൂർ മുതൽ ഏകദേശം 15 സംസ്ഥാനങ്ങളിൽ ചുരുക്കിയ കുറച്ച് ദിവസങ്ങൾ മാത്രം മാറി നിന്ന് ഈ യാത്രയിൽ മുഴുവൻ ഉണ്ടായിരുന്ന ഞങ്ങൾ വരുന്ന വഴികളിൽ മുഴുവനുള്ള ജനങ്ങളുടെ ആവേശം, അതുകൂടാതെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയോടുള്ള ആശയവിനിമയത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ തീരാ ദുരിതങ്ങൾ, ഈ സർക്കാർ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ ദളിതനെയും ആദിവാസിയെയും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക സമുദായങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ ഭാഗമാക്കാതെ ആ രാജ്യത്തിൽ നിന്ന് എങ്ങനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു. ഞാൻ പുറന്തള്ളുന്നു എന്ന് പറയുന്നത് ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അത്തരത്തിൽ വലിയ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ രാജ്യം നിലനിൽക്കുമോ എന്ന് പോലും പല ആൾക്കാർക്കും സംശയമുള്ള ഒരു സമയത്താണ്. അപ്പൊ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ BJP-കാരോട് പോലും ഞങ്ങൾ സംസാരിച്ചു, BJP അനുകൂലികളോട് പോലും ഞങ്ങൾ സംസാരിച്ചു. അവർ പറയുന്നത് ഒരു പ്രതിപക്ഷം മാറേണ്ട, ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തോടുകൂടി രാജ്യത്ത് ഉണ്ടാവാതിരുന്നതിന്റെ ഒരു പ്രശ്നം, ഞാൻ എണ്ണത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്, അത് ഈ രാജ്യം അനുഭവിച്ചു എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടൊരു മാറ്റം എല്ലായിടത്തും ആവശ്യമാണെന്നുള്ളൊരു തോന്നലിലൂടെയാണ് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക നയങ്ങൾ, അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ഡിസ്പാരിറ്റി എത്രമാത്രം വലിയ തോതിൽ ഉണ്ടാക്കി, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, വിലക്കയറ്റം, പാചകവാതകം, അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വില വർധനവ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ അഴിമതിയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഇലക്ട്രൽ ബോണ്ട്സ് വഴി കണ്ടത് ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾക്ക് അവരെ ED-യും CBI-യും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കുകയും അവരിൽ നിന്ന് പണം ചുരത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ED എന്ന് പറയുന്നത് ഇനി എക്സ്റ്റോഷണൽ ഡയറക്ടറേറ്റ് എന്നാണ് അറിയപ്പെടേണ്ടത്. ജനങ്ങളിൽ നിന്ന്, കോർപ്പറേറ്റുകളിൽ നിന്ന് എങ്ങനെ പണം ഭീഷണിപ്പെടുത്തി BJP-യുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. നമുക്കറിയാം, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിൽ ഇപ്പൊ പോകുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്നുണ്ട്. അപ്പോ രാജ്യത്ത് മുഴുവൻ ഈ ഒരു അഴിമതിയുടെയും അതുപോലെ തന്നെ ദേശീയ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയുള്ള കാഴ്ചപ്പാടാണല്ലോ ഇപ്പോൾ പങ്കുവെക്കുന്നത്. നമ്മൾ സംസ്ഥാനത്തെ സാഹചര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഇലക്ട്രൽ ബോണ്ട് കേസ് എടുത്താൽ പോലും അതിൽ മുന്നിൽ നിന്ന് ആ സമരം നയിക്കുന്നത്, പോരാട്ടം നയിക്കുന്നത് തങ്ങളാണ് എന്ന അവകാശവാദം CPM-നെ സംബന്ധിച്ചുണ്ട്, ഇടതു പാർട്ടികളെ സംബന്ധിച്ചുണ്ട്. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറായി പ്രചരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നിങ്ങൾ ആരോപിക്കുന്ന അത്ര ഭരണവിരുദ്ധ വികാരമൊന്നും ഇവിടെ ഇല്ല എന്നൊരു സാഹചര്യമാണ് അവരുടെ ആത്മവിശ്വാസം. അപ്പോൾ നിങ്ങൾ ഈ 20 ഔട്ട് ഓഫ് 20 എന്ന് പറയുന്നത് സാധ്യമാകുമോ? അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടോ എന്നതാണല്ലോ ഞാൻ ഉന്നയിച്ച ചോദ്യം. രേണു, ഞാൻ ആ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് രേണു എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ മുന്നിലുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ. ഞാൻ പറഞ്ഞ ഇന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറഞ്ഞ ആരോപണം 1, 2, 3, 4 എടുത്താൽ അതിനെല്ലാം പിണറായി വിജയനും യോഗ്യനാണ്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ മതനിരപേക്ഷത നിലനിൽക്കണമോ എന്നുള്ളതാണ്. ഈ രാജ്യം സംഘപരിവാറിന് എഴുതി കൊടുക്കാൻ കേരളം തയ്യാറല്ല എന്നുള്ളതിന്റെ പ്രഖ്യാപനം തന്നെയാണ്. അവിടെ CPM-ന് യാതൊരു പ്രസക്തിയും. CPM എന്ന് പറയുന്ന പാർട്ടി, കേരളത്തിലെ CPM, ഞാൻ അങ്ങനെ പറയുള്ളൂ, കേരളത്തിലെ CPM പിണറായിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അഴിമതി സ്വയം കുടുംബത്തിനകത്ത് വരെ ഉള്ളവരെ അഴിമതിയുടെ ആരോപണത്തിൽ നിൽക്കുന്നു. ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യനെ ഒരു തലത്തിലും പരിഗണിക്കാത്ത ഒരു സർക്കാർ. സപ്ലൈകോ മുതൽ ഇങ്ങോട്ടേക്ക് സ്ഥാനം ഒന്നുമില്ല. കേന്ദ്രം പെട്രോളിനും ഡീസലിനും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട്, സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ വിലക്കയറ്റത്തിന് കാരണമാകുമ്പോൾ അതേ മാതൃകയിൽ തന്നെ കേരളത്തിൽ നിൽക്കുന്നു. സാമൂഹ്യ പെൻഷനുകളില്ല, മറ്റ് ഞാൻ ഒന്നൊന്നായിട്ട് എടുത്തു പറയുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന
എല്ലാ ആരോപണങ്ങളും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനും ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഈ RSSനെതിരായിട്ടുള്ള സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൽ CPMനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ തവണ തന്നെ കേരളം തെളിയിച്ചാണ്. അതിലൊരു ചെറിയ ഭൂരിപക്ഷത്തിന് ആലപ്പുഴ മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ഇപ്രാവശ്യം തിരിച്ചുപിടിക്കുന്ന നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. 20-20 അത് നേടുമെന്നുള്ളത് ഞങ്ങളുടെ വാക്കാണ്. ഒരു സംശയവും വേണ്ട. ഈ BJPയുടെ ഒരു മിറർ ഇമേജ് ആയിട്ട് മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കുന്ന സംഘപരിവാറിന്റെ മുഖമായ ഏജന്റായ പിണറായി വിജയന്, ഈ പിണറായി വിജയൻ നയിക്കുന്ന CPMന്, പിണറായിസ്റ്റുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനവുമില്ല. ഒരു സംശയവും വേണ്ട. ഇവർ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭീകരമായ തിരിച്ചടി ഇവർ നേരിടാൻ പോവുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൽ പിണറായി വിജയന്റെ ഭരണത്തിന്റെ വികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിണറായി വിജയൻ എങ്ങനെയാണ് CAA നടപ്പാക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളത്തിൽ CAA നടപ്പാക്കാൻ വേണ്ടി നിൽക്കുന്നവരെങ്ങനെയാന്ന് നോക്കണം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 40 ദിവസം ഇനി എന്തായാലും പ്രചരണ രംഗത്ത് ലഭിക്കുന്ന സാഹചര്യം. 41-ാം ദിവസം വോട്ടിടും. അതിനുശേഷവും പിന്നീട് 39 ദിവസത്തിന്റെ കാത്തിരിപ്പ് വേണം ആര് രാജ്യം ഭരിക്കും എന്നറിയാൻ. ഇവിടെ കേരളത്തിൽ 2 മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. നിങ്ങളുടെ 4 സ്ഥാനാർത്ഥികൾ കൂടി വന്നാൽ മാത്രമേ ചിത്രം പൂർത്തിയാകുകയുള്ളൂ. പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെ, കൊല്ലം, എറണാകുളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് നിങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. പ്രചാരണ രംഗത്ത് നിങ്ങൾ പിന്നോക്കം പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത്? രേണുക, ഇത് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കുന്ന, അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു അജണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഐഡിയ നിശ്ചയിക്കുന്നു എന്നുള്ള, ആരാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി രണ്ടാമത്തെ. ഇത് കേരളത്തിലെ സംബന്ധിച്ചോളം രാഷ്ട്രീയ വോട്ടാണല്ലോ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട ആരാണ് നിശ്ചയിക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്? അത് കേരളത്തിൽ പോലും ഇന്ന് BJP ആണ് അജണ്ട നിശ്ചയിക്കുന്നത്. കാരണം അതിപ്പോൾ രാമക്ഷേത്രമായിരുന്നാലും അതിനുശേഷം CAA ആയിരുന്നാലും അതുപോലെ നേതാക്കളുടെ വോട്ടായാലും കേരളത്തിൽ ഒരുപക്ഷെ ഒരു തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈം മണ്ഡലങ്ങൾ ഏതാണ്, സ്റ്റാർ മണ്ഡലങ്ങൾ ഏതാണ്? അത് തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയൊക്കെയായി മാറുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികൾ എവിടെ വരുന്നോ ആ മണ്ഡലങ്ങളാണ് സ്റ്റാർ ക്യാമ്പയിനിങ് ആയി മാറുന്നത് എന്നതൊക്കെ മനസ്സിൽ വെച്ചാൽ BJP ആണ് അജണ്ട നിശ്ചയിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുമ്പോൾ നമുക്കറിയാം EP ഒക്കെ പറഞ്ഞത് കാൻഡിഡേറ്റ് എത്രത്തോളം മികച്ച കാൻഡിഡേറ്റുകളാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇദ്ദേഹം EP തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിക്കുന്ന പാർട്ടി ഏത്? 2, തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്കെതിരെ മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം നോക്കൂ. തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ 2 നേതാക്കളും പറഞ്ഞത് ഒരു 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ പറയുന്ന ഒരു ആരോപണമാണോ? ഭരണവിരുദ്ധ തരംഗമില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? ഒരു അഴിമതി ആരോപണമില്ല, ഇതുവരെ വികസനത്തിനെതിരെയോ മറ്റു കാര്യങ്ങളോ പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കും, അതുപോലെ തന്നെ മതനിരപേക്ഷതയെ ഞങ്ങൾ സംരക്ഷിക്കും. ഞാൻ അങ്ങോട്ട് അത് ഞാൻ വരാം. ഞാൻ ആ കണക്കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അല്ല, രക്ഷിക്കുമെന്ന് ഇലക്ട്രൽ ബോണ്ടിനല്ല രക്ഷിക്കുന്നു, ഭരണഘടനയെ രക്ഷിക്കും, മതനിരപേക്ഷത പിടിച്ചു നിർത്തും, RSSനെ തടയും. ഇതല്ലാതെ മറ്റുള്ള കാര്യമൊന്നും പറയാനില്ല. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം അതിലും വിചിത്രമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അത് അമിത്ഷാ പറഞ്ഞതാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ എന്താ പ്രശ്നം? CPM ആണ് ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ വലിയ കേസുമായി പോയത്. സത്യത്തിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ CPMന് പോകാനുള്ള അവകാശമില്ല. അവര് സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് 1 രൂപ മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇതിപ്പോ രേണുക DMK എന്ന് വിചാരിക്കൂ, ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് നിങ്ങൾ 306 കോടി മേടിക്കുന്നു, അതിൽ നിന്ന് 25 കോടി CPM ആയ ഞാൻ വാങ്ങിക്കും. പക്ഷെ എന്നിട്ട് പറയും രേണുക 250 കോടി മേടിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് മേടിച്ചത് ശരിയല്ല എന്ന് പറയും. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? DMK-യിൽ നിന്ന് പോലും പണം മേടിച്ച DMK-യിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ എന്ത് തർക്കം കാര്യം അവർ ചൂണ്ടിക്കാട്ടിയത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ല, അവര് ചൂണ്ടിക്കാണിക്കുന്ന കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ ഇവരെന്താ ബക്കറ്റ് ഉരുവാണോ?
ഇന്ത്യ മുഴുവൻ ചെയ്യുന്നത് ബക്കറ്റ് പിരിവാണോ? ഈ അടുത്ത ആരോപണം നോക്കൂ. നിങ്ങൾ ഈ ആരോപണം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ആരോപണം പറയണ്ടേ? BJPക്ക് എത്രയെ കിട്ടി ഇലക്ട്രൽ ബോണ്ടിൽ? BJPക്ക് ടോട്ടൽ തുകയായ 20,000 കോടിയിൽ ഏതാണ്ട് 6,000 കോടി BJPക്ക് കിട്ടി. 14,000 കോടി രൂപ കിട്ടിയത് പ്രതിപക്ഷ കക്ഷികൾക്കല്ലേ? BJPക്ക് എത്ര MP ഉള്ളത്? 303 MP. പ്രതിപക്ഷത്ത് എത്രയുള്ളത്? 242 MP. അപ്പൊ 242 14,000 ഡിവൈഡഡ് ബൈ 242 ഏതാണ്ട് 60 കോടി രൂപ ഒരു MPക്ക്. BJPയുടെ 303 ഡിവൈഡഡ് ബൈ 60,000 വെറും 20 കോടി രൂപ. അപ്പൊ ആരാ കൂടുതൽ അഴിമതി കാണിക്കാൻ സഹായിച്ചേക്കണത്? MLA-മാരുടെ കണക്ക് ഇതിനേക്കാൾ ഭീകരമായിരിക്കും. 1,443 MLA-മാരുണ്ട് BJPക്ക്. കോൺഗ്രസിന് അതിന്റെ വാങ്ങിയിട്ടുള്ളവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നൊക്കെ അറിയാമല്ലോ. MLA-മാരുടെ എണ്ണം നോക്കി വീതം വെച്ച് കൊടുക്കുന്ന തരത്തിലാണോ ഇത്? നമ്മളുടെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പോകാൻ പറ്റാത്തത്. ശ്രീ PR ശിവശങ്കർ, എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലും പുറത്തു വന്നിട്ടില്ല. നിങ്ങൾക്ക് ആരോപണങ്ങളേ ഇല്ല, നിങ്ങളുടെ നേരെ ആരും വിരൽ ചൂണ്ടുന്നില്ല എന്ന ആരോപണം വസ്തുതയല്ല എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, ആ പറഞ്ഞതും വസ്തുതയല്ല. കോൺഗ്രസിന് MP-മാരെ കിട്ടാത്ത എന്റെ കുഴപ്പമാണോ? അവർക്ക് 55 കിട്ടിയുള്ളൂ, എന്നിട്ടും കിട്ടി ഇത്രയും തുക. മുഴുവൻ പ്രതിപക്ഷത്തെ വെച്ച് കഴിഞ്ഞാൽ 14,000 കോടി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ആരാ കൂടുതൽ മേടിച്ചത്? MLA-മാരുടെ എണ്ണം, പിന്നെ പാർട്ടി മെമ്പർമാരുടെ എണ്ണം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഞങ്ങൾ. അപ്പൊ ജനങ്ങൾ ഞങ്ങൾക്കല്ലേ പൈസ തരുള്ളൂ. പിന്നെ ഇനി ബാക്കിയുള്ള കണക്ക് വരട്ടെ, നമുക്ക് നോക്കാം. അവർക്ക് പണം മേടിച്ചു എന്നൊന്നും ഉള്ള ആരോപണം ഉന്നയിക്കാൻ താങ്കളെ സംബന്ധിച്ചാവില്ലല്ലോ. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നിങ്ങളുടെ 4 സീറ്റ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്നതൊക്കെ ആയിരുന്നുവല്ലോ പറഞ്ഞു വന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സീറ്റ് BDJS-ൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയാണ്. അതോ ഇനി ആരെങ്കിലും കാശ് കൊടുത്ത് മേടിക്കാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? എന്ത് മണ്ടത്തര കുട്ടി പറയണം. BJPയിൽ നിന്ന് CPM-ലേക്ക് പോയാൽ കാശ് കൊടുത്ത് മേടിച്ചതാണോ? കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പോയാൽ കാശ് കൊടുത്ത് മേടിച്ചതല്ല. കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും BJP വന്നാൽ കാശ് കൊടുത്തു മേടിക്കും എന്നുള്ളൊരു അബദ്ധധാരണ കേരളത്തിലെ അവതാരകർക്ക് എന്തുകൊണ്ടോ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാറ്റാൽ മായൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും അതൊക്കെ തുടർന്നോളൂ. പക്ഷേ അപ്പോൾ കോൺഗ്രസും CPM-ലും പണം കൊടുത്താൽ മാറുന്ന നേതാക്കൾ ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ് മറ്റു വിധത്തിൽ. BJP-യിലേക്ക് വന്നാൽ മാത്രം പണം കൊടുക്കുന്നു. അത് തിരിച്ച് BJP-യിൽ നിന്ന് CPM-ലേക്ക് പോയ നേതാക്കളില്ലേ? CPM-ൽ നിന്ന് BJP-യിലേക്ക് വന്ന നേതാക്കളില്ലേ? CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ നേതാക്കളില്ലേ? ഇവർക്കൊന്നും ആ നിയമം ബാധകവുമല്ല. ഇതൊക്കെ ആരോടാ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ കേൾക്കുന്നതല്ലേ ഇതല്ല. നിങ്ങളൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് സംസ്ഥാനത്തെ കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും BJP-ക്കെതിരെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭരണഘടന, മതനിരപേക്ഷത, RSS, ഹിന്ദുരാഷ്ട്രം ഇതെല്ലാം 2014 പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. 2019 പറഞ്ഞു. ബീഫും അതുപോലെ തന്നെ കുറെ പശുവിന്റെ കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതും കൂടെ മാറ്റിയിട്ട് ഭരണഘടന പറയുന്നു. അല്ലാണ്ട് തിരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾക്ക് 80 കോടി ജനങ്ങൾക്ക് അരി നൽകിയ സർക്കാർ, ഇവിടെ ജനൌഷധി ഏതാണ്ട് എല്ലാ ജില്ലകളിലും നടപ്പാക്കിയ സർക്കാർ, ഏറ്റവും കൂടുതൽ ആശുപത്രികൾ നിർമ്മിച്ച സർക്കാർ, ഏറ്റവും കൂടുതൽ റെയിൽവേ ലൈനുകൾ നിർമ്മിച്ച സർക്കാർ, ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയ സർക്കാർ, അങ്ങനെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തുന്ന 8% GDP വളരുന്ന ലോകത്തിലെ 5ാമത്തെ വലിയ ധനശക്തിയായ സർക്കാർ. ഈ സർക്കാരിന്റെ വികസനങ്ങൾ കാണാതെ ഇന്ത്യയുടെ തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്കും രാഷ്ട്രീയം മനസ്സിലാവുന്ന, സാമ്പത്തിക സ്ഥിതി അല്പമെങ്കിലും മനസ്സിലാവുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യയുടെ വളർച്ച ഈ കഴിഞ്ഞ 10 വർഷത്തിൽ എങ്ങനെയാണ് നടന്നതെന്ന്. അത് ചിലവർക്ക് മാത്രം യാത്ര ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന അഭിപ്രായമായിരിക്കാം. പക്ഷേ സുപ്രീം കോടതി പോലും ഈ പല ചർച്ചകളിലും, കേരളം ഇത്തവണ കടം മേടിച്ച ചർച്ചയിൽ പോലും ശ്രീ കാന്ത്, സുപ്രീം കോടതി ജഡ്ജി തന്നെ കേരളത്തിലെ കപിൽ സിബലിനോട് അരക്കെട്ടുറപ്പിച്ച് പറഞ്ഞ കാര്യമാണ് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയമില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്തരം ചർച്ചയ്ക്ക് ഇവർ അടിത്തറ എന്നാണ് എനിക്ക് പറയുന്നത്. PM ആർഷോ, ഇവിടെ ഇപ്പോൾ പൗരത്വ വിഷയം എന്ന ഒരു കാര്യമാണ് പ്രധാന വിഷയം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം എന്ന് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസിനെ അതിൽ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്.
ഇവിടെ ഇപ്പോൾ PR ശിവശങ്കർ പറയുന്നു കേരളം എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പോലും BJP ആണ് എന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപ് തിരക്കിട്ട് ഇത്തരം ഒരു നീക്കം കൊണ്ടുവന്നത് ആ വിഷയം ഇവിടെ ചർച്ചയാക്കാനാണ്. ഏതായാലും BJP അങ്ങനെ ഒരു വിഷയം കൊണ്ടിട്ടത് അനുഗ്രഹമായി എന്നതാണോ നിങ്ങളുടെ നിലപാട്? കേരളത്തെ വലിയ രീതിയിൽ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല എങ്കിൽ പോലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാൻ ഉൾപ്പെടെ ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യം അതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? അല്ല, ഈ രാജ്യത്തെ ജനാധിപത്യവാദികളായ മുഴുവൻ മനുഷ്യരുടെയും വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിൽ കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് ഈ നാടിനകത്ത് നടത്തിയിട്ടുള്ള ജനവിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഓരോ ഇടപെടലുകളും എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതിനകത്ത് തർക്കമില്ല. എന്നാൽ നമുക്കിപ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു 2019 അനുഭവത്തെക്കുറിച്ച്. ഇപ്പൊ 2019 ഉണ്ടായിരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. കോൺഗ്രസ് അങ്ങേയറ്റം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് BJP ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായ ശക്തമായ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വരും, അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവുണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്നുള്ള നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ചിത്രീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നതിന് വേണ്ടി ലഭ്യമാകണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് 19 സീറ്റിൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ അല്ല UDFന്റെ പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും അത് കോൺഗ്രസിന് നൽകിയിട്ടുള്ള അംഗീകാരം എന്നുള്ളതിന്റെ അപ്പുറത്ത് BJP വിരുദ്ധ RSS വിരുദ്ധ നിലപാട് കേരളത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതിന്റെ തുടർച്ചയിൽ ഒരു വർഷത്തിനിപ്പുറം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിന്റെ തുടർച്ചയിൽ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തും ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളുടെ നിലപാടെന്ത്, അവർ ഏത് രാഷ്ട്രീയ മുന്നണിയോടൊപ്പമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ അതിലേക്ക് വല്ലാതെ കടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2024 വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ അന്നുണ്ടായിരുന്ന നിലയിലേക്കുള്ള വിശ്വാസ്യത കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യം നമ്മളുടെ മുൻപിൽ നിൽക്കുകയല്ലേ. അങ്ങനെ ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അതില്ല എന്ന് ബോധിപ്പിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞു BJP 4 സീറ്റ് കൂടെ പ്രഖ്യാപിക്കാറുണ്ട്. 16 സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഈ 16 സീറ്റിൽ 4ഇടത്തെ BJPയുടെ സ്ഥാനാർത്ഥികൾ 2019 കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളല്ലേ. ഇപ്പൊ കണ്ണൂരിൽ, മലപ്പുറത്ത്, മാവേലിക്കരയിൽ, പത്തനംതിട്ടയിൽ 4 പാർലമെന്റ് 20 പ്രഖ്യാപിച്ച 16ൽ 4-1 BJP സ്ഥാനാർത്ഥികൾ 2019 കോൺഗ്രസിന്റെ ഈ 19 സീറ്റ് കിട്ടിയ വിജയത്തിന് വേണ്ടി നേതൃപരമായിട്ടുള്ള പങ്കുവഹിച്ച ആളുകളാണ്. അവരിന്ന് BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിന്റെ വിശ്വാസ്യത എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് നല്ല ധാരണയുണ്ട്, ഒരു തർക്കവുമില്ല. ഈ നിലയിൽ വിശ്വസിക്കാൻ കൊള്ളാതെ നമ്മൾ മുൻകാലങ്ങളിൽ പറയുമായിരുന്നു ഇന്നലത്തെ കോൺഗ്രസ് ഇന്ന് BJP ആയി എന്നുള്ളത്. അപ്പൊ അതും മാറിയിട്ട് ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് തന്നെ BJP ആകുന്ന നിലയിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ കേരളത്തിലെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഒരു സ്കോർ കാർഡ് അധികം വെക്കേണ്ടുന്ന, ഓരോ ദിവസവും BJPയിലേക്ക് കളം മാറ്റി ചവിട്ടുന്ന, വിശ്വസിക്കാൻ കഴിയാത്ത മതനിരപേക്ഷതയെയും ഇന്ത്യയെയും ഒറ്റുകൊടുക്കുന്ന കോൺഗ്രസുകാരുടെ അക്കം ഓരോ ദിവസവും എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി സ്കോർ കാർഡ് വെക്കേണ്ടുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ എത്രമാത്രം വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹം വിലയിരുത്തും എന്നുള്ളതിൽ തർക്കമില്ല. 2, നേരത്തെ അവതാരികൾ ഉൾപ്പെടെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഇടതുപക്ഷം ഉൾപ്പെടെ രാജ്യത്ത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും നീചമായ 2 ഇടപെടലുകൾ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിലൊന്ന് ഇലക്ട്രൽ ബോണ്ടാണ്. നേരത്തെ അവതാരകർ സൂചിപ്പിച്ചു അവകാശവാദം, ഇടതുപക്ഷം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അത് കേവലം അവകാശവാദമാണോ? അല്ല. 2018 ഇലക്ട്രൽ ബോർഡ് അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും അതിന്റെ തുടർച്ചയിൽ ശക്തമായ നിയമ പോരാട്ടം 6 വർഷക്കാലത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടം നടത്തി ഈ പറഞ്ഞ പോലെ ഇന്ത്യ കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഇന്ത്യക്കകത്ത് CPIM അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അല്ലേ. അങ്ങനെ ഈ കോർപ്പറേറ്റുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ തെളിവുകളടക്കം രേഖകളടക്കം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്
വിഷയം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതിൽ തർക്കമല്ല. മറ്റൊന്ന്, ഇപ്പോ നേരത്തെ ശിവശങ്കർ പറഞ്ഞു ഭരണഘടനയെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ഒക്കെ അല്ലാണ്ട് വേറെന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. ഈ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഭരണഘടന അപകടത്തിലാകുമ്പോൾ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ആവർത്തിച്ചു പറയും. CAA തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനല്ലേ? അതെ, പറഞ്ഞതിനെ കുറിച്ച് അവതാരകൻ ചോദിച്ചു. ഈ ദിവസങ്ങളിൽ അല്ല നേതൃത്വം നൽകിയത് 3 ഭിന്നശേഷിക്കാർ. ഖുർആൻ മനപാഠമാക്കിയ ഹാഫിൾ ഷബീർ അലി പോത്തനൂർ, ഹാഫിൾ ഉമറുൽ അക്തം കാപ്പാട്, ഹാഫിൾ മുഹമ്മദ് സിനാൻ പെരുവള്ളൂർ എന്നീ 3 കാഴ്ചശേഷിയില്ലാത്ത പണ്ഡിതരാണ് റമളാനിലെ ആദ്യ വെള്ളിയാഴ്ച മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ജുമുഅയ്ക്കും അനുബന്ധ കർമ്മങ്ങൾക്കും പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത്. പത്തനാപുരം ഗാന്ധി ഭവന യൂസഫ് അലിയുടെ റംസാൻ സ്നേഹ സമ്മാനം അന്തേവാസികളുടെ ക്ഷേമത്തിനായി 1 കോടി രൂപ കൈമാറി. തുക അന്തേവാസികളുടെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമായി ചെലവഴിക്കുമെന്ന് ഗാന്ധി ഭവൻ സെക്രട്ടറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വാർത്താ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിക്കുക. 7 or 8 ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരാകും. ED സമ്മൻസ് സ്റ്റേ ചെയ്യണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സെഷൻസ് കോടതി ഇന്നലെ തള്ളിയിരുന്നു. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകാൻ കഴിഞ്ഞ മാസം കോടതി സമയം നീട്ടി നൽകിയിരുന്നു. മാർച്ച് 16 നേരിട്ടെത്തണമെന്നാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി കഴിഞ്ഞ മാസം നിർദ്ദേശിച്ചിരുന്നത്. ഡൽഹി മദ്യനയ കേസിൽ BRS നേതാവ് കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ ഇന്ന് ED വിശദമായി ചോദ്യം ചെയ്യും. കവിത അറസ്റ്റിലായത് ഇന്നലെയാണ്. കവിതയുടെ ഹൈദരാബാദിലെ വസതിയിൽ ED നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാട്ടാനകളെ കൈമാറ്റം ചെയ്യാൻ കേന്ദ്ര സർക്കാർ മാർഗരേഖയായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ പുറത്തിറക്കിയത്. ഉടമസ്ഥാവകാശമുള്ള നാട്ടാനകളെ ഇനി മുതൽ കൈമാറ്റം ചെയ്യാമെന്ന് ഉത്തരവിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ എത്തിക്കാം. അതാത് സ്ഥലത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരുടെയും വെറ്റിനറി ഡോക്ടർമാരുടെയും അനുമതി വാങ്ങിയാകണം ഇത്. നെല്ലിയാമ്പതിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചില്ലിക്കൊമ്പനാണ് AVT ഫാക്ടറിക്ക് സമീപത്ത് ഇറങ്ങിയത്. പ്രദേശത്തെ ലൈറ്റുകൾ തകർത്തു. നാട്ടുകാർ ബഹളം വെച്ചതോടെ കൊമ്പൻ തിരിച്ചുപോയി. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേസിലെ മറ്റ് പ്രതികളായ വിഷ്ണു വിജയനെയും സുമയെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തുടർ ചോദ്യം ചെയ്യൽ. വിഷ്ണു വിജയൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എറണാകുളം റവന്യൂ ടവറിൽ ഹൌസിംഗ് ബോർഡിന് കീഴിലുള്ള കരാർ ജീവനക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി പരാതി. വേതന വർധനവ് ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടിയെന്നാണ് ആരോപണം. എന്നാൽ കരാർ ഒഴിവാക്കി ദിവസവേതനം നടപ്പിലാക്കുകയാണ് ചെയ്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ ജുമാ പ്രാർത്ഥനയ്ക്ക് മലപ്പുറം മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നേതൃത്വം നൽകിയത് 3 ഭിന്നശേഷിക്കാർ. ഖുർആൻ മനപാഠമാക്കിയ ഹാഫിൾ ഷബീർ അലി പോത്തനൂർ, ഹാഫിൾ ഉമറുൽ അക്തം കാപ്പാട്, ഹാഫിൾ മുഹമ്മദ് സിനാൻ പെരുവള്ളൂർ എന്നീ 3 കാഴ്ചശേഷിയില്ലാത്ത പണ്ഡിതരാണ് റമളാനിലെ ആദ്യ വെള്ളിയാഴ്ച മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ജുമുഅയ്ക്കും അനുബന്ധ കർമ്മങ്ങൾക്കും പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത്. പത്തനാപുരം ഗാന്ധി ഭവന യൂസഫ് അലിയുടെ റംസാൻ സ്നേഹ സമ്മാനം അന്തേവാസികളുടെ ക്ഷേമത്തിനായി 1 കോടി രൂപ കൈമാറി. തുക അന്തേവാസികൾ. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രാജു പി നായർ, ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലെത്തിയാണ് മുഖ്യമന്ത്രി പൗരത്വ നിയമമാണ് ഇവിടെ പ്രധാന ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നത് എന്നത് പറയുന്നത്. ആ പൗരത്വ വിഷയത്തിലെ ആശങ്ക പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിൽ നിർത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്, രാഹുൽ ഗാന്ധിയുടെ മൗനത്തെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ഇന്ന് ആവർത്തിക്കുകയാണ്.
വി.ഡി. സതീശൻ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മൗനം എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കാനാകാത്ത ഒരു സാഹചര്യം ആ വിശദീകരണത്തിൽ പോലും ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. രാജു പി നായർ, താങ്കൾ അദ്ദേഹത്തിനൊപ്പമാണല്ലോ. ഈ രാജ്യത്ത് നടക്കുന്നതൊന്നും ജോഡോ യാത്രയിലുള്ള രാഹുൽ അറിയുന്നില്ലേ? രേണു വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ, ഈ പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ആശയത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന എല്ലാ പ്രവർത്തികളും ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ 2024 ഒരു ഭരണമാറ്റം ആവശ്യമാണ്. ആ ഭരണമാറ്റത്തിൽ BJP എറിയുന്ന വടിക്കൊപ്പമല്ല, മറിച്ച് ഈ സാധാരണ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിലെ ദുരിതങ്ങൾ, ഈ രാജ്യത്ത് ഇല്ലാത്ത എക്കണോമിക് ഡിസ്പാരിറ്റി, ആ ഡിസ്പാരിറ്റി ഉൾപ്പെടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഇവിടെ ആദ്യം ശിവശങ്കരൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തു കൊടുക്കുന്നത്, നിങ്ങൾ ഇടുന്ന വടിയിൽ ഞങ്ങൾ പിടിക്കുന്നില്ലാന്നേ. നിങ്ങളല്ല, ഞങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഫിക്സ് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഫിക്സ് ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ശിവശങ്കരൻ പറഞ്ഞു. എന്നുള്ളത് വിഷയമല്ലല്ലോ. എന്തായാലും CPM ഇപ്പോൾ അതിൽ പിടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആവർത്തിച്ച് അക്കാര്യം ചൂണ്ടിക്കാട്ടുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മൗനം ചൂണ്ടിക്കാട്ടുകയാണ്. കേരളത്തിൽ 20 ഔട്ട് ഓഫ് 20 നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അതിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക എന്നത് ഒരു വസ്തുതയാണ്. അവരെങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നതൊരു വസ്തുതയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം ന്യൂനപക്ഷങ്ങൾ മാറി ചിന്തിച്ചാൽ ഉണ്ടാകും. രേണു ഞാൻ പറയാം, ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. പിണറായി വിജയനെ പോലൊരു നുണയൻ ഈ രാജ്യത്തോട്, ഈ സംസ്ഥാനത്തോട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാൽ, നരേന്ദ്രമോദി ആകാൻ പിണറായി ശ്രമിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായ സമരങ്ങൾ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. രാഹുൽ ഗാന്ധി വിഷയത്തിൽ സംസാരിച്ചില്ല എന്നതാണല്ലോ മുഖ്യമന്ത്രി ഉയർത്തിയ ആരോപണം. ഇന്ന് വി.ഡി. സതീശൻ അതിന് മറുപടി നൽകുമ്പോൾ പോലും ജയറാം രമേശ് വാർത്താക്കുറിപ്പിറക്കിയിരുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയനെ നിങ്ങൾക്ക് നുണയനെന്ന് വിളിക്കാനാവുക? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ഞങ്ങൾ ആ വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി ഒരു ഭരണമാറ്റമാണ്. ആ ഭരണമാറ്റത്തിൽ ഇത് സോഷ്യലിസമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതാണ് ഞാൻ പറയുന്നത്. രാജ്യത്ത് മുഴുവൻ അലയടിച്ചാൽ BJP ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൊത്തും. പിന്നുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ശിവശങ്കറിന് അറിയില്ലേ? പറയുന്നത് അല്ലല്ല, ഞാൻ പറയട്ടെ രേണു, അങ്ങനെ ഇടപെടല്ലേ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിനു മുമ്പ് ആർഷോ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ബോണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത് കുറെ കാലം മുമ്പാണ് ആർഷോ ദേശാഭിമാനിയിൽ വ്യക്തമല്ല. ഞാൻ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനിടയ്ക്ക് തുടർച്ചയായിട്ട് ഇടപെട്ടാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റാതെ പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് പിന്മാറാം. എനിക്ക് രാമക്ഷേത്ര വിഷയം നിങ്ങളുടെ മൃദു സമീപനം ഇവിടെ ചർച്ചയാക്കുമെന്ന് CPM പറയുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് പൗരത്വ വിഷയത്തിലും നിങ്ങളുടെ ഇരട്ടത്താപ്പ് ചർച്ചയാക്കുമെന്ന് CPM പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ മൗനം ചർച്ചയാക്കുമെന്ന് വയനാട്ടിൽ മുഖ്യമന്ത്രി പറയുന്നത്. ശരി രേണു, എനിക്കിനി 2 മിനിറ്റ് ഇടപെടാതെ എനിക്ക് 2 മിനിറ്റ് തരണം. മനസ്സിലായി? ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് CPM പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചർച്ച ചെയ്ത് ദേശാഭിമാനിയുടെ ഇലക്ട്രൽ ഒരു ബോണ്ടായിരുന്നു സാന്റിയാഗോ മാർട്ടിന്റെ. ആ സാന്റിയാഗോ മാർട്ടിനല്ലേ ഇന്ന് ഇലക്ട്രൽ ബോണ്ടുകളിൽ BJPക്ക് ഏറ്റവും വലിയ പണം നൽകിയിട്ട് നിൽക്കുന്നത്. അപ്പൊ ബോണ്ടുകളുടെ രാഷ്ട്രീയം ഇതൊക്കെ നടത്തിയിട്ടുള്ള CPM-ഉം BJP-യും ഈ അഴിമതിയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാമക്ഷേത്രം ഒന്നും കേരളത്തിൽ ഒരു വിഷയമേ അല്ല. അത് വിഷയമാക്കാൻ ശ്രമിക്കുന്നത് CPM ആണ്. കാരണം എന്താ? വർഗീയ ധ്രുവീകരണം ഉണ്ടാവണം. ആ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ CPM-ന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശെങ്കിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ പലയിടത്തും മൂന്നാമത് പോകാതിരിക്കാൻ എങ്കിലും ആ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കണമെന്ന് CPM-ന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് CPM അത് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും മതവിശ്വാസികൾ അവരുടെ മതാചാര പ്രകാരം അവരുടെ അമ്പലങ്ങളിൽ പോയാൽ അത് ഹിന്ദുത്വമാവുമോ? അതെങ്ങനെ ഹിന്ദുത്വം? അത് ഹിന്ദുവാണ്. ഹിന്ദുത്വവും ഘടകവിരുദ്ധമായ ആശയങ്ങളാണ്. ഹിന്ദുത്വം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്ന രാഷ്ട്രീയ ആശയമാണ്.
ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത പാവങ്ങളായ മനുഷ്യരെ ഇന്നും കോടതികളിലേക്ക് തള്ളിവിടുന്ന പിണറായി വിജയനാണ് ഹിന്ദുത്വവാദി. കേരളത്തിലെ ഹിന്ദുത്വവാദി RSSനൊപ്പം പിണറായി വിജയനാണ്. ക്ഷമിക്കുക, പൗരത്വ വിഷയം ഇവിടെ ചർച്ചയാകുമ്പോൾ വി.ഡി. സതീശൻ പറയുകയാണ് കേന്ദ്രം പാസാക്കിയാൽ അത് നടപ്പാക്കാതിരിക്കാനൊന്നും പറ്റില്ല, വിജ്ഞാപനം പുറത്തു വന്നാൽ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല, അത് കബളിപ്പിക്കലാണ്, കള്ളമാണ് എന്ന് പറയുകയാണ്. ബി.ജെ.പി നേതാവിനും വി.ഡി. സതീശനും ഒരേ സ്വരമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ മൗനം. അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. ഈ വിഷയമുണ്ടായി, ഭാരത് ജോഡോ യാത്രയിലാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഉൾപ്പെടെ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കണമെങ്കിലാകാം. അതിന് ജയറാം രമേശ് സംസാരിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതാണോ അതിനുള്ള മറുപടി? അതിന് കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള നയമുണ്ട്. കോൺഗ്രസ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നുള്ള ന്യായ് ശബ്ദം അതിനകത്ത് ചേർത്തതിനാ ഈ രാജ്യത്തെ വിഭവങ്ങൾ അത് ഒരു മാനദണ്ഡവുമില്ലാതെ അത് ചില കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൊടുത്ത് ഈ രാജ്യത്തെ ആദിവാസികളുടെയും ദളിതരുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും അവകാശങ്ങളെ കവർന്നെടുക്കുന്നു. അത് നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ലക്ഷ്യം. അത് ന്യായ് എന്ന വാക്ക് ചേർത്തത് ആ യാത്രയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിൽ ഊന്നി നിന്ന് ഞങ്ങൾ പ്രചരണം നടത്തുമ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ അതിന് പിടികൊടുക്കാതിരിക്കുക എന്നുള്ളതും രാഷ്ട്രീയം തന്നെയാണ്. അവിടെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്. CAA-ക്കെതിരെ CPM എന്ത് സമരമാണ് നടത്തിയത്? കേരളത്തിൽ ഉൾപ്പെടെ എത്രയോ എല്ലാ MP-മാരും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ലോങ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരം നടത്തിയില്ലേ? ഏതെങ്കിലും ഒരു സമരത്തിൽ CPM ഉണ്ടായിരുന്നോ? പിണറായി വിജയൻ CAA വിരുദ്ധ ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുള്ള അറിയാമോ? ഒന്ന് പറയാമോ? അപ്പോ വെറുതെ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സത്യമാണ്. ഈ രാജ്യത്തൊരു നിയമം നടപ്പാക്കിയാൽ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ പരിഹാരം എന്താ? നിയമപരമായും രാഷ്ട്രീയമായിട്ടുള്ള മാർഗങ്ങളാണ്. ആ നിയമപരമായ മാർഗങ്ങൾ തേടുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ. രാഷ്ട്രീയമായിട്ട് എന്താ? ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP-യെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക, തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് കൊണ്ടുവന്ന നീക്കമാണ്. അതിൽ നിയമ വഴി തേടി പ്രതികരിച്ചാൽ മതി, അങ്ങനെ മതി എങ്കിൽ അങ്ങനെ. നിങ്ങളാണല്ലോ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ മൗനം എന്തായാലും അദ്ദേഹം മത്സരിക്കുന്ന ഇടത്ത് ഉൾപ്പെടെ ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് യാതൊരു മൗനവുമില്ല. രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള CAA സംബന്ധിച്ച് എടുത്തിട്ടുള്ള നിലപാട് അതാണോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ട തന്ത്രം എന്നുള്ളത്? നിങ്ങളുടെ തന്ത്രം ആവിഷ്കരിക്കാനും നടപ്പാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ട് ശ്രീ രാജു പി നായർ. പക്ഷെ അങ്ങനെയാണോ വേണ്ടത് എന്നൊരു സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ TV തുറന്നാൽ പ്രധാനമന്ത്രിയുടെ ഉറപ്പുകൾ കേൾക്കാം, പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി കേൾക്കാം, പ്രധാനമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ച് കേൾക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മോദി വന്ന് പോകുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാം. അതിനപ്പുറം ഈ വരവൊക്കെ വെറുതെയാകും എന്നതാണ് രണ്ട് മുന്നണികളും സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി വന്ന് 2 അക്കം വോട്ട് ഷെയർ കിട്ടി, അതുകൊണ്ട് 2 അക്ക നമ്പർ കടക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ പറഞ്ഞു പോകുന്നതിനപ്പുറം ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. രണ്ടക്ക നമ്പർ എന്നുള്ളതല്ല, ഹിന്ദി അറിയാവുന്ന കുട്ടിക്ക് അറിയാം. അത് 2 അക്ക അംഗങ്ങളെ തരണം എന്ന് റിക്വസ്റ്റാണ് അദ്ദേഹം ചെയ്തത്. പല ചാനലുകൾ അത് പറയുന്നുണ്ട്. ഞാൻ ബാക്കി പുതിയ ഇപ്പം ശരി അല്ലെങ്കിൽ പിള്ളച്ച നുണ പറഞ്ഞു എന്ന് വിചാരിച്ചു. 2 കാര്യങ്ങൾ. ഒന്ന്, DMK-യുടെ പണം കിട്ടി എന്ന് ഞാൻ ഉന്നയിച്ച ആരോപണത്തെ CPM-ന്റെ നേതാവ് ആർഷോ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. അപ്പൊ അദ്ദേഹം അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്നു. അതായത് DMK ഇലക്ട്രൽ ബോണ്ട് വാങ്ങും, അവരുടെ നിന്ന് ഞങ്ങൾ വാങ്ങും, വേറൊരു രാഷ്ട്രീയ പാർട്ടി കേട്ടോ ഇങ്ങോട്ട് വാങ്ങുന്നു. അതെന്ത് നയാന്ന് എനിക്കറിയില്ല. ഏതായാലും അംഗീകരിച്ച സ്ഥിതിക്ക് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. 2, ഇവർ ചെയ്യുന്നത് എന്താ? BJP മറ്റുള്ളവരെന്നൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഇവർ ഹോൾസെയിൽ കച്ചവടമല്ലേ നടത്തുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഡൽഹി കൊണ്ടുപോയിട്ട് ഈ MP-മാരെ തൂക്കി വെക്കും. അത് ചൈനയുടെ പണമാണോ, സോറസിന്റെ പണമാണോ, റോക്ക്ഫീൽഡിന്റെ പണമാണോ, ഇനി ഈ പറഞ്ഞ രാജു പി നായരുടെ പാർട്ടി മേടിച്ചിട്ട് ഇവർക്ക് തന്നെയെന്ന് എനിക്കറിയില്ല. ഏതായാലും പണം മേടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ വല്ല ഉദ്ദേശത്തോടെയാണോ കൊണ്ട് തൂക്കിക്കൊണ്ട് വിൽക്കും. ഹോൾസെയിൽ കച്ചവടം, അതിന് കുഴപ്പമില്ല. പിന്നെ CPM-ന്ന് ആരും വന്നല്ലേ? കഴിഞ്ഞ തവണ BJP-ക്ക് വേണ്ടി മത്സരിച്ച അൽഫോൺസ് കണ്ണന്താനം ഏത് പാർട്ടിയായിരുന്നു?
ഞങ്ങളുടെ കൂടെ തന്നെയുള്ള അബ്ദുള്ളക്കുട്ടി ഏത് പാർട്ടിയായിരുന്നു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ CPM നിന്നും ധാരാളം വന്നിട്ടുണ്ട്. പിന്നെ ഈ ചർച്ച കാണുന്നവർ വെറും ഒരു ബുദ്ധിയില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. അത് രണ്ടും അവതാരകരായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായാലും അവർ ചരിത്രമറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ വായിക്കാം. ദ കണ്ടംനേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലാർജ്ലി കംസ് ഫ്രം ദ ടു ക്വാർട്ടേഴ്സസ്, the Communist Party and the Socialist Party. Why do they condemn the Constitution? എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം പറയുന്നുണ്ട്. അതായത് ഭരണഘടനയെ അപലപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അംബേദ്കർ ഇരിക്കുമ്പോ അംബേദ്കർ കൊണ്ടുവന്നപ്പോൾ അംബേദ്കർ നൽകിയ ഭരണഘടനയെ അപലപിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അംബേദ്കർ തന്നെ പറഞ്ഞേക്കുന്നു. എന്നിട്ട് അംബേദ്കർ തോപ്പിക്കാൻ 2 പ്രാവശ്യം സ്ഥാനാർത്ഥിയെ നിർത്തി. അവർ പറയാണ് ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നത്. ഇത് ആരോടാ ഇവർ പറയണത്? ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവില്ലേ? ജനങ്ങൾ ഇതൊക്കെ വായിക്കുന്നില്ലേ? എന്നിട്ടും ഇവരുടെ വിചാരം ഇവർ പാർട്ടി ഓഫീസിൽ കേൾക്കുന്ന ചില ന്യായവാദങ്ങളും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പുതിയ ജനതയ്ക്ക് മനസ്സിലാവുന്നത്, പുതിയ തലമുറ പഠിക്കുന്നത് എന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് പുതിയ തലമുറയും വായിക്കുന്ന തലമുറയും ഈ തിരഞ്ഞെടുപ്പിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ജനങ്ങളും തീർച്ചയായും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഒരു നല്ല ഭരണം, രാജ്യത്തിന്റെ ഭരണം അത് വിദേശ ശക്തികൾക്കും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോർജ് സോറോസിനും റോക്ക്ഫെൽ ഫൗണ്ടേഷനും എല്ലാം അടിയറ വെക്കുന്ന അഴിമതി നിറഞ്ഞ അവർക്ക് വേണ്ടി തീരെഴുതുന്ന ഒരു രാഷ്ട്രീയ ഘടനയ്ക്ക് പകരം യഥാർത്ഥ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്ന, ഈ രാജ്യത്തിലെ 80 കോടി ജനങ്ങൾക്ക് അരി നൽകിയ, ഈ രാജ്യത്തെ എല്ലാവർക്കും കോവിഡ് വാക്സിൻ നൽകിയ, ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഈ നാഷണൽ ഹൈവേ ആയാലും അതുപോലെ തന്നെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ആയാലും പുതിയ ലോകം തുറന്നു കൊടുത്ത, മുദ്രാ ലോൺ നൽകിയ, നിങ്ങൾ പറയുന്നത് പോലെ ഈ കേരളത്തിലെ TV തുറന്നാൽ ഞങ്ങൾക്ക് ഭരണത്തിന്റെ അനുകൂലമായ തരംഗമുണ്ട്, ഞങ്ങൾക്ക് ഭരണത്തിന്റെ നേട്ടങ്ങൾ പറയാനുണ്ട്. എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനില്ലാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഇപ്പൊ ഞാൻ കാണാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊന്നും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നില്ല. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളുടെ കൂടെയൊന്നും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെക്കുന്നില്ല. കാരണം പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒന്നും ഈ നേതാക്കൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ദ വോട്ട് കാച്ചേഴ്സ്. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. അവർക്ക് തന്നെ അവരുടെ നേതാക്കളിൽ വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ നേതാക്കളെ കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയുവാനുണ്ട് എന്നുള്ളത് കൊണ്ടും അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടും നിർബന്ധമായി ജനങ്ങൾ അത് കേൾക്കുന്നു, ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിന് മുന്നിൽ തന്നെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് സർവേകളിൽ കൃത്യമായ രീതിയിൽ BJPക്ക് വോട്ട് ഷെയർ കൂടുന്നു എന്ന് പറയുന്നു. ശരി, ഫാർമ കമ്പനികളും ഹെൽത്ത് കെയർ കമ്പനികളും ബോണ്ട് വാങ്ങിയ വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. താങ്കൾ കോവിഡ് വാക്സിൻ കൊടുത്തു എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ശ്രീ PM ആർഷോ, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഫാർമ കമ്പനികൾ BJPക്ക് കൊടുത്തു എന്ന് ആരാ പറഞ്ഞേ? ഇപ്പൊ നേരത്തെ രണ്ടുപേര് പറഞ്ഞിരുന്നു ഈ വാങ്ങിയ കമ്പനികളൊക്കെ BJPക്കാ കൊടുത്തേന്ന്. അല്ല, ആരാ പറഞ്ഞേ? ബോണ്ട് വാങ്ങിയ വിവരം അതൊന്നല്ലേ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴല്ലേ അത് കൂടുതൽ വ്യക്തമാവുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM BJP കൊടുത്തുന്നുണ്ടോ? കോവിഡ് വാക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് സൂചിപ്പിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം SBIയോട് വിവരങ്ങൾ പുറത്തുവിടാൻ പറയുക, എന്നാലല്ലേ കൂടുതൽ വ്യക്തത വരുത്തുള്ളൂ. കോവിഡ് വാക്സിനിൽ ആരാണ് ഫൈസർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൈക്കൂലി വിദേശ കോവിഡ് വാക്സിൻ താങ്കൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും വ്യക്തമാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ SBI കൊടുത്താലേ നേതാവിന്റെ പേരറിയാമോ? അല്ല, ശ്രീ PR ശിവശങ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM ആർഷോ, ഇവിടെ ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഒരു കാലത്തും LDF വിജയിക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന്. എന്നിട്ട് എന്തുണ്ടായിരുന്നു നമ്മൾ കണ്ടു. MV ഗോവിന്ദൻ അത് വലിയ രീതിയിൽ വിശദീകരിക്കുന്നതും കണ്ടു. ഇതിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ MV ഗോവിന്ദൻ വീണ്ടും പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നത്. മുഖ്യമന്ത്രിയെ അവതാളത്തിലാക്കാനാണോ MV ഗോവിന്ദന്റെ ഇത്തരം നിലപാടുകൾ? സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും, രാഷ്ട്രീയം എന്നുള്ളത് മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ വിഷയങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ജനം ചർച്ച ചെയ്യുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദം കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന നിലയുണ്ടായി. അദ്ദേഹം പറഞ്ഞു CA വിരുദ്ധ സമരം
അല്ലെങ്കിൽ CAA-ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ്. അതെന്ത് നിലപാട്, എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമില്ല, വ്യക്തമാകുന്നില്ല. ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ വിമർശനം ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് സർ. കാരണം ഇത്രയും ദിവസമായി CAA ചട്ടങ്ങൾ നിലവിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഖാർഗെയോട് മാധ്യമങ്ങൾ ചോദിച്ചല്ലോ CAA-യുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് പോയില്ലേ ചെയ്തത്? ഈ ഭാരത് ജോഡോ ന്യായയാത്ര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ട് വാതുറക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യക്കകത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ തങ്ങളാണ് ചാമ്പ്യന്മാരെന്നാണ് ഈ രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് SFIയുടെ ഇവിടെയുള്ള കോളേജുകളിൽ നടക്കുന്ന സംഭവങ്ങൾ മുതൽ സംസ്ഥാനത്തുള്ള മറ്റു വിഷയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ചർച്ച ചെയ്തോട്ടെ. സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പോഷക സംഘടനകളുടെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ തുടക്കത്തിൽ മാഡം ബാക്കി ആളുകൾ സംസാരിച്ചപ്പോൾ ഈ നിലയിലുള്ള ഇടപെടലൊന്നും കണ്ടില്ല. ഇതിനകത്ത് അതിനുള്ള മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു. ആ വാചകം പറഞ്ഞ് പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ ബാക്കി നേരത്താണോ ചർച്ചയ്ക്ക് മറുപടി പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? ഈ നാട്ടിലെ മനുഷ്യനെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്തോട്ടെ എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. മറിച്ചെന്തെങ്കിലും ആണോ അങ്ങ് കേട്ടതല്ലോ. അപ്പൊ ആ നിലയ്ക്ക് എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നേ, എല്ലാം ചർച്ച ചെയ്യണമല്ലോ. സ്വാഭാവികമായിട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്യാണല്ലോ. അതൊക്കെ ചർച്ചയാകട്ടെ, ഒരു തർക്കമില്ല. ഇനി അദ്ദേഹം ഇതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കുന്നത് VD സതീശന്റെ നിലപാട് ആവർത്തിക്കുക. VD സതീശൻ നിലവിൽ ഇന്ത്യക്കകത്ത് നടപ്പിലാക്കാൻ വേണ്ടി RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടല്ലേ ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ ഒരു വർഗീയ വിഷയമാകാം? പൗരത്വ നിയമ ഭേദഗതി ഒരു വർഗീയ വിഷയമല്ല, അതൊരു മതന്യൂനപക്ഷത്തിന്റെ വിഷയമല്ല. അത് ഈ നാടിന്റെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ളതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ ഘട്ടം വരെ കോൺഗ്രസിന് കഴിയുന്നില്ല. അത് ഭേദഗതി ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇവിടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ ലക്ഷ്യം എന്താ? പൗരത്വ ഭേദഗതി ഈ ചട്ടങ്ങൾ ഈ 4 വർഷത്തിന് ശേഷം ഇപ്പോൾ രൂപവൽക്കരിച്ചതിന്റെ BJPയുടെ ലക്ഷ്യം അത് വർഗീയ ധ്രുവീകരണം ഈ രാജ്യത്തുണ്ടാക്കാനുള്ളതാണ്. അതിനെ അല്ല ഞാൻ പറയട്ടെ ഹർഷോ, എന്നോടാണ് ചോദ്യം, ഞാൻ പറയട്ടെ. അപ്പൊ അതവിടെ നിർത്താം. പിന്നെ മതേതര കക്ഷികളുടെ ഇതിനകത്ത് CPM-ന് എന്ത് പ്രാധാന്യം? സത്യം പറഞ്ഞാൽ കേരളത്തിലെ CPM-ന് എന്ത് പ്രാധാന്യം? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ ഇവരല്ലേ മുത്തലാഖിനെതിരെ സംസാരിച്ചിരുന്നത്? ഇവരല്ലേ ഏക സിവിൽ കോഡ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത്? EMS അല്ലേ ഈ പറയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട് കൊണ്ടുവന്ന് പ്രസംഗിച്ചവരല്ലേ? അതല്ല ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവരെ തുറങ്കിലടയ്ക്കുന്നത് ഇവരല്ലേ? പൗരത്വ ഡിറ്റൻഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കുന്നത് കേരളത്തിലല്ലേ? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഈ പറയുന്ന അപരമതവൽക്കരണത്തിന്റെ എല്ലാ പച്ചക്കള്ളം പറയുന്നു. ഏത് ഡിറ്റൻഷൻ ക്യാമ്പ് സാർ? ഏത് ഡിറ്റൻഷൻ ക്യാമ്പ്? എനിക്ക് അങ്ങനെ തർക്കിക്കാൻ കഴിയില്ല. അത് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഈ പറയുന്ന രാമക്ഷേത്രം അല്ലെങ്കിൽ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന അത് ഹിന്ദുത്വവാദം ആണെന്ന് പറയുന്നത് BJPയെ സഹായിക്കാനാ. BJPയുടെ റിക്രൂട്ടിംഗ് ഏജന്റുകളാണ് ഇവർ. ജയരാജന്റെ ബിസിനസ് പാർട്ണറല്ലേ? കൊല്ലത്തെ ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ചാണോ? അത് ട്രാൻസിറ്റ് ഹോമായിട്ട് പ്രവർത്തിക്കുന്ന ഒരിടമാണ്. അല്ലല്ല അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് വിവരങ്ങളും ഞാൻ ചോദിക്കുന്നത് അതിലേക്ക് മാത്രം ചോദിക്കുന്നില്ല. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി EP ജയരാജന്റെ ആരാ ഒന്ന് പറഞ്ഞേ. EP ജയരാജനല്ലേ ഇവിടെ BJPയും CPM തമ്മിലാ മത്സരം എന്ന് പറഞ്ഞത്? അത് 3ാം സ്ഥാനത്തിന് വേണ്ടിയാണ്.
എനിക്ക് ഒരു മിനിറ്റ് തരണേ. നിങ്ങളെ നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിച്ചു. അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കുക അതിഥികൾ. ശ്രീ രാജീവ് നായർ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നതാണ്. അതേ എന്ന് പറയുന്നു. 86% പേർ അല്ല എന്ന് പറയുന്നത് 12% പേർ മാത്രം. 2% പേർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറായിട്ടുമില്ല. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് 86% പേർ വിശ്വസിക്കുന്നു. വളരെ നന്ദി ശ്രീ രാജു പി നായർ, ശ്രീ PM ആർഷോ, ശ്രീ PR ശിവശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. അന്ത്യചർച്ച പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.